ഈ മാസം 16-ാം തീയതി എൻ്റെ കല്യാണമാണ്. നീ വരണം. എടി ഇതിലെഴുതിയേക്കുന്ന പേര് നിന്റെ ലവറിന്റെ അല്ലല്ലോ. അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. ഇപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിട്ട് തന്നെ എനിക്ക് 16 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. എടി നീ എന്തൊക്കെയാടി പറയുന്നത്? നിങ്ങൾ 7 കൊല്ലം സ്നേഹിച്ചല്ലേ, എന്നിട്ട് ചുമ്മാ അവനെ ചതിച്ചിട്ട് പോകണോ? എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഞാൻ കൊച്ചിയിൽ ജോലിക്ക് പോയത്. പക്ഷെ ഇപ്പം നാട്ടുകാർ പറയുന്നത് ഞാൻ അവിടുത്തെ പബ്ബിലെ ഡാൻസറാണ്. എടി നാട്ടുകാരങ്ങനെ പലതും പറയാം എന്നും പറഞ്ഞ് നീ എന്തിനാടി അവനെ ഉപേക്ഷിക്കുന്നത്? ഞാൻ കാരണം എൻ്റെ അനിയത്തിമാരെ ജീവിതം നശിക്കുന്നെന്നാണ് എൻ്റെ ഉപ്പ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. എടി എന്നാ പിന്നെ അവനെ തന്നെ കല്യാണം കഴിച്ചൂടെ? എന്തിനീ ഈ കളവന്മാരെയൊക്കെ പോയി കെട്ടാൻ പോകുന്നത്? അവൻ സെറ്റിലാവാൻ തന്നെ 2-3 കൊല്ലം എടുക്കും. അത്ര നാളൊന്നും എൻ്റെ ഉപ്പ സമ്മതിക്കില്ലടാ. നിന്നെ പറ്റി ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നീ അതിനെപ്പറ്റി നിന്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചോ? എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലടാ. എന്നാൽ അതിനുള്ള ധൈര്യം വേണം. ഇനി നീ നിന്റെ വീട്ടുകാരോടൊന്ന് സംസാരിക്കുക. നീ ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഈ നാട്ടുകാരൊക്കെ പറയുന്നത് സത്യമാണെന്നാ. അവരോടൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷേ ഈ 2-3 കൊല്ലമൊക്കെ ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം. എടി 2-3 കൊല്ലം നീ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-50 കൊല്ലം അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആ കളവനെ കെട്ടി ജീവിക്കണം. അത് വേണോ? ഞാൻ എൻ്റെ വീട്ടുകാരടുത്ത് സംസാരിക്കാം. അതാടി നല്ലത്. 2 വാക്കി പറഞ്ഞു നിൽക്കേണ്ട പ്രശ്നമൊക്കെ നമ്മൾ വെറുതെ വലുതാക്കി കാണിക്കും. പിന്നെ സ്നേഹിച്ച ആളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. അത് പിന്നെ നമുക്ക് എന്നും റിഗ്രറ്റായിട്ട് അങ്ങനെ കിടക്കും. അത് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്.